ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാ വബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഹൽ യനാമൂന അഹ്ലുൽ ജന്ന? ഖാല അന്നൗമു അഖുൽ മൗത്ത്, അഹ്ലുൽ ജന്ന ലാ യനാമൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, സ്വർഗത്തിൽ പോകുന്നവർ ഉറങ്ങുമോ? കാല, ഉറക്കം മരണത്തിൻ്റെ സഹോദരനാണ്. സ്വർഗത്തിലുള്ളവർക്ക് ഉറക്കം ഇല്ല എന്ന് പറയുന്നുണ്ട്. ഓരോ ദിവസവും ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഉറങ്ങുമ്പോൾ മനുഷ്യൻ മരിക്കുകയാണ്. ശരിക്കും രാവിലെ എണീറ്റാൽ മാത്രമാണ് അവൻ പിറ്റേ ദിവസം കാണുന്നത്. അതുകൊണ്ടാണ് അസ്ബഹ്ന വാസ്ബഹൽ മുൽക്കു ലില്ലാഹ്, അള്ളാഹുവേ എനിക്ക് പ്രഭാതമായി, ഇന്നത്തെ സുബഹി കാണാൻ എനിക്ക് ഭാഗ്യം ചെയ്തു എന്നാണ് പറയൽ. രാവിലെയുള്ള ദിക്റിൽ അസ്ബഹ്ന വാസ്ബഹൽ മുൽക്കു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ ഓരോ ദിവസവും രാത്രി ഉറങ്ങുമ്പോൾ മനുഷ്യൻ മരിക്കുകയാണ് ഒരു ഭൂമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തമൂതൂൻ കമാ തനാമൂൻ വതുബഅദൂൻ കമാ തസഹൂൻ. നിങ്ങൾ ഉറങ്ങുമ്പോൾ മരണപ്പെട്ടു പോകും. ഉറങ്ങുമ്പോൾ എന്ത് പ്രതീതിയാണ് ഉണ്ടാവുന്നത്, അതുപോലെ അങ്ങ് മരണപ്പെട്ടു പോകും. പിന്നെ പല കാഴ്ചകളും ആ സമയത്ത് കാണും. പക്ഷേ ആ സിസ്റ്റം ഉറങ്ങുമ്പോൾ തന്നെയാണ്. ഉറങ്ങിയ മനുഷ്യൻ തുബഅദൂൻ കമാ തസഹൂൻ, നിങ്ങളെ ഹയാത്താക്കുന്ന ഒരു അവസരം വരും, അതുപോലെ നിങ്ങൾ ഉറക്കത്തിൽ നിന്നും എണീക്കും. അപ്പോൾ ഓരോ ദിവസവും ഉറങ്ങുമ്പോൾ അത് മരണത്തെ ഓർമ്മപ്പെടുത്തുകയാണ് സുഖങ്ങളെ. അതുകൊണ്ടാണ് ബിസ്മിക്ക അമൂത്തു വഹയ എന്ന് പറയാൻ. അള്ളാഹുവേ, നിൻ്റെ നാമത്തിൽ ഞാൻ ഉറങ്ങുകയും അതോടൊപ്പം ഞാൻ മരിക്കുകയും അതോടൊപ്പം ഹയാത്താക്കിയിരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് അവനിക്ക് നേരം വിളിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തമൂത്തുൻ കമാ തനാമൂൻ. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ മരണം എന്നുള്ളത് ഒരു ഇല്ലാതായി പോലല്ല, അലൈസ മഹല്ലൽ ഫനാ, വേറൊരു ജീവിതത്തിലേക്കുള്ള തയ്യാറെടുപ്പാണ്. മരിക്കുന്നവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റൂഹിനെ ശരീരത്തിൽ നിന്നും വേർപിരിച്ചുകൊണ്ട് വീണ്ടും റൂഹിലേക്ക് കൊണ്ടുവരുന്ന, ശരീരത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് മരണം. അപ്പോൾ തമൂത്തൂൻ കമാ തനാമൂൻ, യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കിയാൽ 2 പ്രാവശ്യം മനുഷ്യൻ ഉറങ്ങും. ഒന്ന് ഉറക്കത്തിൽ ഉറങ്ങാൻ വേണ്ടി ഉറങ്ങുക, വേറൊന്ന് മരിക്കുമ്പോഴുള്ള ഉറക്കം. മരിക്കുമ്പോൾ ശരിക്കും ഉറക്കം പോലാണ്. ആ മയ്യത്തിനെ ഖബറിൽ കൊണ്ടുവയ്ക്കുമ്പോൾ തുബഅദൂൻ കമാ തസഹൂൻ, 2 പ്രാവശ്യം ഹയാത്താക്കപ്പെടും. ഒന്ന് ഖബറിൽ വെച്ചതിന് ശേഷമുള്ള ഹയാത്ത്. അത് നമ്മൾ രാത്രി ഉറങ്ങിക്കിടന്നവൻ കാലത്ത് ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ എങ്ങനെ എണീക്കുമോ അതുപോലെ ആയിരിക്കും ഖബറിൽ നമ്മൾ ഉണരുക. അത് കഴിഞ്ഞൊരു ഉറക്കമുണ്ട്, ചോദ്യോത്തരങ്ങൾക്ക് ശേഷം. ചോദ്യോത്തരങ്ങളിൽ വിജയിച്ചവനെ നൗമത്തുൽ അറൂസ്, ഉറങ്ങിക്കോ, പുതുമാപ്പിള പോലെ, പുതിയ പെണ്ണുപോലെ ഉറങ്ങിക്കോ എന്ന് പറയുന്ന മറ്റൊരു ഉറക്കം. അപ്പോൾ ഓരോ ദിവസവും നേരം വെളുക്കുമ്പോൾ സഹോദരങ്ങളെ, 2 കാര്യങ്ങൾ ഉറങ്ങുമ്പോൾ അവൻ മനസ്സിലാക്കുന്നു, ഞാൻ മരിച്ചു പോകുന്നു. മരണത്തിൻ്റെ ഒരു രൂപമാണ് ഉറക്കം. രാവിലെ എണീറ്റാലല്ലാതെ അവനിക്ക് പ്രഭാതമില്ല. രാവിലെ എണീക്കുമ്പോൾ അവൻ മനസ്സിലാക്കുന്നു, അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വ ഇലൈഹിൻ നുശൂർ. അപ്പോഴും അവൻ ഖബറിനെയും ഹശറിനെയും നശ്റിനെയും ഓർക്കുന്നു. ഖബറിൽ നിന്നും ഹയാത്താക്കപ്പെടുന്നതും അള്ളാഹുവിൻ്റെ മുമ്പേ കൊണ്ടുപോകുന്നതിന് അവൻ ഓർക്കുന്നു. ഇവിടെ ഓരോ ദിവസവും നേരം വെളുക്കുമ്പോൾ മരിച്ചു പോയിരുന്ന മനുഷ്യൻ ഹയാത്താക്കപ്പെടുകയാണ്. അവനിക്ക് എന്താണ് ആവശ്യമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് ആവശ്യം. ആ അനുഗ്രഹത്തിൻ്റെ തുടക്കം ഓരോ ദിവസവും സുബഹിക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ, എൻ്റെ ഉമ്മത്തിന് പ്രഭാതത്തിൽ ബർക്കത്ത്. എൻ്റെ ഉമ്മത്ത് ഡോക്ടറാവും, എഞ്ചിനീയറാവും, കോളേജ് സ്റ്റുഡൻ്റ് ആവും,
പണക്കാരനാവും, പാവപ്പെട്ടവനാവും, മുതലാളിയാവും, തൊഴിലാളിയാവും. അവനിക്ക് ബർക്കത്ത് വരണം. ബർക്കത്തില്ലെങ്കിൽ അഭിവൃദ്ധിയില്ല. കോളേജ് സ്റ്റുഡൻസിന് ബർക്കത്തില്ലെങ്കിൽ അഭിവൃദ്ധിയില്ല. ജനിച്ച കുഞ്ഞിന് ബർക്കത്തില്ലെങ്കിൽ കുഞ്ഞ് വളരില്ല. കച്ചവടം, ചികിത്സ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദിവസവും എൻ്റെ ഉമ്മത്തുകൾ ഹയാത്താക്കപ്പെടുമ്പോൾ അവനിക്ക് ഈ ദുനിയാവിൽ ആവശ്യം ബർക്കത്താണ്. അവൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി, അവൻ്റെ ഹിദായത്തിൽ അഭിവൃദ്ധി, അവൻ്റെ കച്ചവടത്തിൽ അഭിവൃദ്ധി, അവൻ ഡോക്ടറാണെങ്കിൽ അതിൽ അഭിവൃദ്ധി. ആ ദുആയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ. സുബഹി നമസ്കരിക്കാത്ത ആളുകൾക്ക് ഇത് നഷ്ടപ്പെടും സഹോദരങ്ങൾ. അതുകൊണ്ട് പള്ളിയിലോ വീട്ടിലോ എവിടെയെങ്കിലും മിനിമം സുബഹി വാങ്ക് വിളിച്ചാൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് മാത്രം, ഫർദ് നമസ്കാരം മാത്രം നമസ്കരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയോടുകൂടി അന്നത്തെ ദിവസം തുടങ്ങുവാൻ സാധിക്കും സഹോദരങ്ങളെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ നുബുവത്തിൻ്റെ വാക്കുകളാണ്. അള്ളാഹുവിൽ നിന്നും ലഭിച്ച സന്ദേശങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്. സുബഹിയിൽ ദുആ ചെയ്യാൻ അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തുവെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശമാണ്. അതുകൊണ്ട് സുബഹി നമസ്കാരം നാം ഓരോ ദിവസവും മരിക്കുന്നു, എന്നിട്ട് ഹയാത്താവുന്നു. ഹയാത്താവാൻ എന്താണ് ആവശ്യം? ദുനിയാവിൽ ബർക്കത്താണ് ആവശ്യം. അതുകൊണ്ടാണ് ജനിച്ച കുട്ടിക്ക് ബർക്കത്ത് കൊണ്ട് ദുആ ചെയ്യും, വിവാഹിതനായവന് ബർക്കത്ത് കൊണ്ട് ദുആ ചെയ്യും, കച്ചവടക്കാർക്ക് ബർക്കത്ത് കൊണ്ട് ദുആ ചെയ്യും, വീടുകളിൽ ബർക്കത്ത് കൊണ്ട് ദുആ ചെയ്യും, ഓരോന്നിലും ബർക്കത്ത് കൊണ്ട് ദുആ ചെയ്യും. സുബഹി നമസ്കരിച്ചവൻ ഇമാമത്തോടു കൂടിയോ അല്ലയോ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിച്ചവൻ അന്നത്തെ ദിവസം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദുആയോടുകൂടി അവനിക്ക് ജീവിതം തുടങ്ങുവാനാവും. കളയല്ല. അള്ളാഹു തൗഫീഖിനെ തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.